കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹിമ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ചൈതന്യവത്തായിട്ടുള്ള ഒരു മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശ്രീ ഗുരുവായൂർ മഹാദേവ ക്ഷേത്രം. കാര്യം കാലപ്പഴക്കങ്ങൾ കൊണ്ടും ആത്മസമർപ്പണത്തോട് ആചാര്യന്മാർ നൂറ്റാണ്ടുകളായി നടത്തുന്ന പൂജാകർമ്മങ്ങളിലും വിധികളിലും ഒക്കെ വിശ്വാസം പുലർത്തി അതിൻ്റെ ചൈതന്യം മേൽക്കുമേൽ എല്ലാ ദിവസങ്ങളോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം. ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ ആൾക്കാർ കൂടുമല്ലാതെ ഒരിക്കലും അവിടെ കുറയാറില്ല. ഒരാളല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ഇങ്ങനെ ചൈതന്യം കൂടുന്തോറും അവിടെയുള്ള പ്രജകൾക്ക്, അവിടെയുള്ള ഇന്ത്യൻ ജനപദങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മഹത് ക്ഷേത്രവും ഒരു മഹത് ചൈതന്യം കൂടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയാം. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ, ഉണ്ണിക്കണ്ണൻ, എല്ലാവർക്കും വളരെയധികം വിശ്വാസമുള്ള, എന്ത് ചോദിച്ചാലും തരുന്നതായിട്ടുള്ള, എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തന്ന് നമ്മളെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മഹത് ക്ഷേത്രം. അതുപോലെ ആചാരനിഷ്ഠയോടുകൂടും ചൈതന്യത്തോടും കൂടിയുള്ള ഒരു മഹത് ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളും അവിടെ വഴിപാടുകൾ ചെയ്താലുള്ള ഫലങ്ങൾ എന്തെന്ന് നമുക്കറിയാം. ആദ്യം നിർമാല്യം തൊഴുന്നത് ഏറ്റവും ഉത്തമമാണ്. അവിടെ ചെല്ലുന്നത് തന്നെ തലേ ദിവസം വ്രതമെടുത്ത് 2-3 ദിവസം വ്രതം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ തലേന്ന് വ്രതമെടുത്ത് ഇറച്ചി, മീൻ, മുട്ട, മത്സ്യം, മദ്യം ഒന്നും ഉപയോഗിക്കാതെ ശരീരശുദ്ധി അപ്പാടെ പാലിച്ചുകൊണ്ട് ശരീരവും മനസ്സ് ശുദ്ധമാക്കി ഓം നമോ നാരായണ മാത്രം ധരിച്ച് ഭഗവാനെ മാത്രം സങ്കല്പിച്ച് വളരെ മനസ്സ് ശരീരവും ശുദ്ധമായ ശേഷം ആദ്യം രാവിലെ എഴുന്നേറ്റ് 4:30 കഴിയുമ്പോഴാണ് അവിടുത്തെ 4 മണി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ നട തുറക്കുന്ന സമയമാണ്. 4:30 ആകുമ്പോഴത്തേക്ക് അവിടുത്തെ നിർമാല്യമാവും. നിർമാല്യ ദർശനം നടത്തി കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ എത്ര വയസ്സിലാണ് നിങ്ങൾ തൊഴുന്നതെന്നോ, 30-ാമത്തെ വയസ്സെങ്കിൽ 30, 25-ാമത്തെ വയസ്സെങ്കിൽ 25, 18, അതുവരെയുള്ള നിങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് ഒരു നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സ് ശരീരം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് നിർമാല്യം തൊഴുക. അത് വ്യാഴാഴ്ചത്തെ നിർമാല്യമാണ് തൊഴുന്നതെങ്കിൽ പലവിധ രോഗങ്ങൾ മാറാനും ഐശ്വര്യം ഉണ്ടാകാനും സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും കുടുംബ പ്രാരാബ്ദങ്ങൾ മാറാനായിട്ടും ഏറ്റവും നല്ലതാണ് ഗുരുവായൂരെ നിർമാല്യം തൊഴുന്നതെന്ന് വേണം പറയാൻ. ആദ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിർമാല്യം തൊഴുത് അവിടെ ചെന്ന് ഗുരുവായൂരപ്പൻ്റെ നേരെ ഇരിക്കുന്നതായിട്ടുള്ള ഇടത്തെ ഭാഗത്ത് ഗണപതിയുണ്ട്. ഗണപതിയെ വന്ദിക്കുക. ആ ഗണപതിയെ വന്ദിച്ച് കഴിയുമ്പോൾ ഗണപതിക്ക് ഒരുപാട് വഴിപാടുകളുണ്ട്. അവിടെ അപ്പമുണ്ട്, അടയുണ്ട്, മോദകമുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ, അപ്പോൾ അപ്പം, അട, മോദകം ഇതൊക്കെ പുതിയതായിട്ട് ബിസിനസ്സുകളോ പുതിയതായിട്ടൊരു ജോലിക്കയറ്റത്തിനോ ഒരു വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ അതിനൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഗണപതി ഭഗവാൻ അത് സാധിച്ചു തരുമെന്നാണ് പറയപ്പെടുക. ഒന്നും നിങ്ങൾക്ക് അറിയാൻ മേലായെങ്കിൽ ഗുരുവായൂർ ചെന്നിട്ട് ഏറ്റവും കുറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ 4 പ്രദക്ഷിണം വയ്ക്കണമെന്നാണ് പറയപ്പെടുക. എങ്കിലും 7 പ്രദക്ഷിണമോ 21 പ്രദക്ഷിണമോ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. 21 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 തലമുറയിലുള്ള ദോഷങ്ങൾ, നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, വലിയച്ഛൻ, ഇങ്ങനെയുള്ള 3 തലമുറയിലുള്ള സുഹൃതക്ഷയം, എന്തെങ്കിലും ദോഷമോ ദുഷിച്ചതായിട്ടുള്ളതോ ദുർമരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിഷ്ണു ചൈതന്യമാണ് പിതൃ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ചൈതന്യാവസ്ഥ നമ്മുടെ കുടുംബത്തിനും അല്ല സന്താന പരമ്പരകളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ അവിടുത്തെ വെള്ളം നിറച്ച അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഞാൻ പറഞ്ഞു വന്ന 21 പ്രദക്ഷിണമെന്ന് പറഞ്ഞാൽ ഓരോ അടിവെച്ച് പ്രദക്ഷിണം നടത്തുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ കഠിനമായിട്ടുള്ള ശയന പ്രദർശനവും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല. അതുപോലെ വാകച്ചാർത്ത് വഴിപാടായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാനും പുതിയ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുരുവായൂർ വാകച്ചാർത്ത് നടത്തിയാൽ ഏറ്റവും ഉത്തമമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ അതുപോലെ ശംഖാഭിഷേകം സകല രോഗങ്ങൾക്കും
ഇനി ക്യാൻസർ പോലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നാണ് പറയപ്പെടുക. സകല രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാനും ശംഖാഭിഷേകം ഏറ്റവും നല്ലതാണ്. അതുപോലെ ശബ്ദശുദ്ധി അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അഭിഷേകം കഴിച്ചു അതിൻ്റെ തീർത്ഥവും അല്ലെ പിന്നെ സപ്തിശുദ്ധി വരുത്തി പഞ്ചപുണ്യാഹം കഴിച്ച് അവിടുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് തളിച്ചു കഴിഞ്ഞാൽ ആയുസ് മുഴുവനുമല്ല നമ്മളെ ജീവിതകാലം മൊത്തം അവിടെ താമസിക്കുന്ന പരമ്പരകൾക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ വ്രതശുദ്ധിയും വ്രതം എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വ്രതം എടുക്കാനുള്ളതായിട്ടുള്ള ഒരു ഊർജ്ജസ്വലത ഉണ്ടാക്കി തരാൻ സപ്തശുദ്ധി വരുത്തിയ പഞ്ചപുണ്യാഹത്തിന് അവിടുത്തേതിന് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മലർ നിവേദ്യം നടത്തുന്നതും അതുപോലെ മുഖാലങ്കാരത്തിനും അതുപോലെ നാൽക്കാലി മൃഗങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു ദോഷമോ ദുരിതമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മലർ നിവേദ്യമൊക്കെ നടത്തുന്നതാണ്. വിവാഹം നടക്കാനും മലർ നിവേദ്യം നടത്തുന്നത് ഏറ്റവുമാണ്. അതുപോലെ എതിരേറ്റ് പൂജ അതിന് നമ്മൾ അവിടെ നിന്നത് കാണുകയും എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വിഷയം വരുവാണെങ്കിൽ സ്ത്രീകൾക്ക് ചില സ്വർണ്ണങ്ങൾ ഉണ്ടാകുവാൻ, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ആടയാഭരണങ്ങൾ ഉണ്ടാകുവാനായിട്ട്, വസ്ത്രങ്ങൾ, വാഹനം, പിന്നെ ആരോഗ്യം, പിന്നെ സ്വർണ്ണാദി വസ്ത്രദ്രവ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഏറ്റവും എതിരേറ്റ് പൂജയ്ക്ക് നല്ലതാണെന്നാണ് പറയപ്പെടുക. അതിൻ്റെ കൂടെ പാലഭിഷേകം, നവകാഭിഷേകം ഏറ്റവും നല്ലതാണ്. എന്തൊരു ദോഷങ്ങളുണ്ടെങ്കിലും അടുത്ത ആയില്യ ദോഷം ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് മറ്റ് ദർശന ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ പാലഭിഷേകവും നവകാഭിഷേകത്തിന് ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകുമെന്നാണ്. അതുപോലെ പാലഭിഷേകം ചെയ്യുന്ന പാൽ ഉള്ളിൽ കഴിക്കുകയും എല്ലാ വിഷയങ്ങളും മാറിക്കിട്ടാനും അതുപോലെ തന്നെ പാലഭിഷേകം കൊണ്ടുവരുന്നതായിട്ട് പാല് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലും ഗൃഹത്തിലും ഒക്കെ തളിക്കുന്നതും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ വീട്ടിലും ഗൃഹത്തിലും ഭവനത്തിലും ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. അവസാനം വരുന്നതായിട്ടുള്ള ഓലവായന ഏറ്റവും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഓലവായന കേൾക്കുന്നത്, അഷ്ടഗന്ധം പുകയ്ക്കൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കൊച്ചു കുട്ടികൾക്ക് വിദ്യാസംബന്ധം ഇല്ലാത്ത കുട്ടികൾക്ക് നല്ല അവിടെ വിദ്യ ഉണ്ടായിട്ടേ ഉള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവിടെയുള്ള കവികൾ, അവിടെയുള്ള പൂന്താനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കവിത എഴുതി പ്രശസ്തനായനും പ്രഗത്ഭനായനും മറ്റുള്ളവരെ കളിയാക്കിയിട്ട് പോലും ഭഗവാന് നാവിൽ വിളയാടി, സരസ്വതി നാവിൽ വിളയാടിയ ചരിത്രം ഉറങ്ങപ്പെടുന്നതായിട്ടുള്ള ഒരു മണ്ണാണ്, ഒരു ഭൂമിയാണ്, ഒരു ചൈതന്യമാണ് തൃശ്ശൂരുള്ള ഗുരുവായൂരെന്ന് പറഞ്ഞാൽ. ഭഗവാനെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ മമ്മിയൂർ പോയി തൊഴണമെന്നാണ്. എന്നെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ മമ്മിയൂർ പോവുക, പിന്നെ മഞ്ജുളാലുണ്ട്, അവിടെ നമുക്ക് ദർശനം നടത്താം. പിന്നെ അതിന് തൊട്ടിപ്പുറത്തുള്ള മൂലക്ഷേത്രമുണ്ട്, അവിടെ നമുക്ക് ദർശനം നടത്താം. ഇതൊക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും തരുന്നതായിട്ടുള്ള ഒരു ചൈതന്യാവസ്ഥയാണ് ഗുരുവായൂർ കൊടികൊള്ളുന്ന. അത്ര മഹനീയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് സാധനം കൊടുത്താലും അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. അതാണ് ഗുരുവായൂർ. പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിത്തരുന്ന ഒരാളോടാണ് ഗുരുവായൂരപ്പൻ, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതറിഞ്ഞു വേണം നമ്മൾ, ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം. അദ്ദേഹത്തിന് മറ്റൊരു കാര്യമുണ്ട്, എന്ത് തെറ്റുകൾ ചെയ്താലും ക്ഷമിക്കുന്നതായിട്ടുള്ള അവസ്ഥയുള്ളവരാണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ സുദർശനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ഷം സൽക്കർമ്മവും ദുഷ്കർമ്മവും ചെയ്യാൻ പറ്റും ഇല്ലേ? നരസിംഹമൂർത്തിയായിരിക്കുന്ന സമയത്തും ഭഗവാന് ചക്രം വെച്ചാൽ മഹാസുദർശനം പുള്ളി നന്മയ്ക്ക് വേണ്ടിയിട്ടും തിന്മയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. മഹാസുദർശനം വിട്ടിട്ടില്ലേ? അത് കയ്യിൽ നിന്ന് പോയിട്ടില്ലേ? കൊന്നിട്ടില്ലേ? അപ്പം കൊല്ലാനും രക്ഷിക്കാനും കഴിവുള്ള ഒരു ശക്തി വൈഭവം തന്നെയാണ് ഗുരുവായൂരപ്പൻ. അത് രണ്ടിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയും നല്ല ശുദ്ധ വൃത്തിയോടുകൂടിയൊക്കെ അവിടെ ചെന്ന് കുളിച്ചു തൊഴുക, അതുപോലെ പാദസ്പർശനം ഏൽക്കുക, അതുപോലെ തന്നെ അവിടുത്തെ പ്രദക്ഷിണം ഏറ്റവും ഉത്തമമാണ്. സാത്വിക സ്വഭാവത്തോടു കൂടി പൂർവികർ അതുപോലെ ജപവും കുളിയും പിന്നെ ശുദ്ധവൃത്തിയോടും കൂടി ഭഗവാനെ ലാളിച്ചു കൊണ്ടുവന്ന് ചൈതന്യവത്താക്കി എടുത്തിട്ടുള്ള ഈ നമ്മുടെ കേരളത്തിലെയും ഈ ലോകത്തിലെയൊക്കെ ആയിട്ടുള്ള മനുഷ്യർക്ക് ചൈതന്യവും അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും രോഗദുരിതങ്ങളും ഉള്ള കഷ്ടനഷ്ടങ്ങളും എല്ലാം മാറ്റിത്തരാൻ കഴിവുള്ള
അത്ര കഴിവായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഇരിക്കുന്നത്. അവിടത്തെക്കുറിച്ച് പറയാനായിട്ട് വാക്കുകളെന്ന് പറയുന്ന സാധനം ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് തുണ. ഗുരുവായൂരപ്പൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടെ കൂടി ഞാനിവിടെ നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.